ഹിന്ദിയാണോ മലയാളമാണോ പ്ലസ് വണ്ണിൽ എടുക്കുന്നത് നല്ലത്, ഏതാണ് എളുപ്പം എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഹിന്ദിയായിരുന്നു എളുപ്പമായിട്ട് തോന്നിയത്. വേറൊന്നും കൊണ്ടല്ല. ഞാനാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇനി പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. സത്യം പറഞ്ഞാൽ ഹിന്ദിയുടെ വിരോധിയാണ്. എന്ന് വെച്ചാൽ ഹിന്ദി എനിക്ക് ഇഷ്ടമല്ല. ഹിന്ദി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു. ഞാനാണെങ്കിൽ 10ാം ക്ലാസ്സിലൊക്കെ ഹിന്ദിന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഇഷ്ടമേ അല്ല. ഞാനാണെങ്കിൽ എങ്ങനെയൊക്കെയോ അങ്ങ് പഠിച്ചിതാക്കി എടുത്തതാണ് ഹിന്ദിയൊക്കെ. ഇഷ്ടമേ അല്ല. പിന്നെ നമുക്ക് കുറേ ട്രിക്സൊക്കെ ഉണ്ട്. ആ ട്രിക്സൊക്കെ വെച്ചിട്ടാണ് ഹിന്ദിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴും പ്ലസ് വണ്ണിൽ വന്നപ്പോഴേ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം കുറേ എഴുതണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാനും കുറേ കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴും അതിനെക്കുറിച്ച് സത്യാവസ്ഥ അറിയത്തില്ല. ബിക്കോസ് ഞാൻ ഹിന്ദിയാണല്ലോ എടുത്തത്. അപ്പോഴും ഹിന്ദിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് വണ്ണിൽ നമുക്ക് ഹിന്ദി എളുപ്പമാണെന്ന് ഞാൻ പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് വണ്ണിൽ നമുക്ക് ഹിന്ദിയിൽ 8 മാർക്കൊക്കെ കിട്ടാൻ ഭയങ്കര സിമ്പിളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മാർക്ക് കിട്ടാനാണ് നമുക്ക് ഏറ്റവും സിമ്പിൾ ഹിന്ദിയിൽ. ബിക്കോസ് 8 മാർക്കിന് നമുക്കൊരു ഫിലിമി സമീക്ഷ എന്ന് പറയുന്ന സംഭവം പഠിക്കാനുണ്ട്. അതായത് ഒരു ഫിലിമിനെ കുറിച്ച് നമ്മൾ എഴുതുന്നതാണ്, നമ്മൾ കണ്ടൊരു ഫിലിമിനെ കുറിച്ച് എഴുതുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് മീനിങ്സ് പഠിക്കാനുണ്ട്, ഹിന്ദി ഇംഗ്ലീഷ് മീനിങ്സ്. ഇത് രണ്ടും പഠിച്ചാൽ തന്നെ നമുക്ക് 8 മാർക്കിന് 3 എണ്ണമാണ് എഴുതാനുള്ളത്, 4 ക്വസ്റ്റ്യൻ ഉള്ളതിൽ. അതിൽ 2 എണ്ണവും നമുക്ക് കിട്ടും. പിന്നെ മൂന്നാമത് വരുന്നത് നമുക്കൊരു വിജ്ഞാപനമായിരിക്കും. വിജ്ഞാപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യം തയ്യാറാക്കാനാണ്. അത് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാം. നമ്മൾ പേജ് തികച്ച് എഴുതുക എന്നുള്ളൊരു സംഭവമേ ഉള്ളൂ. നമുക്ക് 24 മാർക്ക് കിട്ടാൻ ഭയങ്കര സിമ്പിളാണ് ഹിന്ദിയിൽ. അതായത് നമുക്ക് ജയിക്കാനും ഭയങ്കര സിമ്പിളാണ് ഹിന്ദിയിൽ. പിന്നെ 1 വേർഡൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ 2 മാർക്ക് ക്വസ്റ്റ്യനിൽ സിമ്പിളായിട്ടുള്ളതും ഉണ്ട്, പിന്നെ കുറച്ച് ടഫായിട്ടുള്ളതും ഒക്കെ ഉണ്ട്. അങ്ങനെ പല ടൈപ്പിലുള്ളതുണ്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യനിൽ. പിന്നെ നമ്മുടെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ഇല്ല, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് കുറച്ച് നമുക്ക് ദോഹ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ നിന്നൊക്കെയുള്ള ചിലപ്പോൾ വരികൾ നിന്നിട്ട് ആശയം എഴുതാൻ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് വേറൊരു പാഠമുണ്ട്, ജുലൂസ് എന്ന് പറയുന്നൊരു പാഠമുണ്ട്. ആ ഒരു ജുലൂസ് എന്ന് പറയുന്ന പാഠത്തിലെ ആരെങ്കിലും ക്യാരക്ടർ സ്കെച്ച്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമുക്ക് അറിയായിരിക്കും എന്തൊക്കെയായിരിക്കും എവിടേക്കായിരിക്കും വരുന്നതെന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഹിന്ദിക്ക് A+ കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. ഹിന്ദിക്ക് ഫുൾ മാർക്ക് ഭയങ്കര എളുപ്പമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ എന്നോട് ഹിന്ദിക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും പറയില്ല. റിസൾട്ട് വരട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം നമ്മൾ പറയുമ്പോഴേ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷേ റിസൾട്ട് വരുമ്പോഴേ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ഹിന്ദിയിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ A+ ഭയങ്കര എളുപ്പമാണ്. പിന്നെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ ഇതുകൊണ്ടാണ്. ഇപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ, കാരണം സിമ്പിളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹിന്ദി പറ്റിയിട്ട് മെയിനായിട്ട് പറയാനുള്ളത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്രദമാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും കുറേ നല്ല വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.